സിനിമാക്കാരെ പറ്റി ഇത്രയും വാർത്തകൾ വരുമ്പോൾ എല്ലാ നടന്മാരെ പറ്റിയും കേൾക്കാൻ പറ്റും, എല്ലാ പ്രൊഡ്യൂസർ, എല്ലാ ഡയറക്ടർ, എല്ലാം അവിടെ ഇടപെട്ടേക്കുന്ന മുഴുവൻ ആൾക്കാരെ പറ്റി എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. കാരണം ഈ മേഖലയ്ക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതൊരു ഏരിയ അങ്ങനത്തെയാണ്. പിന്നെ കലാകാരൻ മദ്യപിക്കാൻ സാധ്യതയുണ്ട്, കഞ്ചാവ് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റിക്ക് ഇവിടുത്തെ എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ക്രിയേറ്റീവ് ആവും. ഇച്ചിരി ശരിയാ എന്തെങ്കിലും ഒരു കിട്ടുമെന്ന് തന്നെ വിചാരിച്ചോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ ഫീൽഡിലുള്ള പലരുടെയും മാനസികാവസ്ഥ പലർക്കും മനസ്സിലായിട്ടില്ല. നടന്മാർ കിടന്ന് കാണിക്കുന്നത്, ചില നടികൾ കിടന്ന് കാണിക്കുന്നത്, ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ പങ്ക് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സാധനം മാത്രമായിരിക്കും കാരണം. പിന്നെ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അങ്ങനെ സ്ട്രെസ് ഒന്നും ഇല്ല. ഈ ഉടായ്പ കാണിക്കുന്നതിന്റെ സ്ട്രെസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഉടായ്പ കാണിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട. ഒരാളെ ചതിക്കാനും വഞ്ചിക്കാനും ഉള്ള ഒരു നാണമില്ലാത്തൊരു സ്വഭാവം മാത്രം മതി. അത് ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് ജന്മന ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാ കാണിക്കുന്നത്, പിന്നെ അതുകൂടാതെ എവിടെയൊക്കെയാ കാണിച്ചത്, ഒരു ഓർമ്മയും കാണത്തില്ല. എപ്പോഴും ഇത് തന്നെയായിരിക്കും പരിപാടി. ആരെങ്കിലുമൊക്കെ പറ്റിക്കുക, ഏതെങ്കിലും പെണ്ണിനെ ഒന്ന് പീഡിപ്പിക്കുക, കുറച്ച് കള്ളപ്പണം മറിക്കുക, പിന്നെ കള്ളോ കഞ്ചാവോ MDMA കൊക്കൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുക. പക്ഷെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഞാൻ പറയാറില്ല എപ്പോഴും, ഒരു ബോധം ഇല്ലാത്തതിൻ്റെ കയ്യിൽ ഡ്രഗ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. അല്ലാത്തവർക്ക് ഇതൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാം, ഇത് എങ്ങനെയൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആരും ഇത് ഉപയോഗിക്കത്തില്ല അധികം. ഇവിടെ ഇതൊന്നും അറിയാത്തവരല്ല ആരും, പക്ഷേ ഇതിനെടുത്ത് തലയിലോട്ട് വെക്കത്തില്ല. പിന്നെ ഒരുപാട് പൈസയായി, സ്വാധീനമായി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവിടെയുള്ള വലിയ ഉന്നത ഉദ്യോഗസ്ഥരായ പോലീസുകാരും പിന്നെ മന്ത്രിമാരും രാജ്യം ഭരിക്കുന്നവരും വലിയ നാട്ടിലെ പ്രമുഖരെല്ലാം നമ്മുടെ കമ്പനിയാണ്, നമ്മളെന്തോ വലിയ സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? നമ്മൾ പറഞ്ഞാൽ അതിലും വലിയ സംഭവമാണ്. പിന്നെ ഏത് സാധാരണക്കാരോടൊരു ഇവനൊക്കെ എന്ത് അങ്ങനത്തെ ഒരു സാധനം വരും. നമ്മുടെ സാധാരണക്കാർക്കുണ്ട് ഈ പ്രശ്നം. ഒന്ന് ഗ്രേഡ് മൂത്തൊന്ന് എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ താഴെയുള്ളവരുടെ പുച്ഛവും. ഏത് കമ്പനിയിലും എവിടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമുക്ക്. അതേസമയം നമുക്കൊരു ഉയർച്ച ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു 4 പേർക്ക് ഗുണമുണ്ടാക്കുക, അതില്ല. പിന്നെ അവനങ്ങ് വിഴുങ്ങാനായിരിക്കുന്നത്. പിന്നെ കൂടുതൽ വിഴുങ്ങാനുള്ളൊരു വായങ്ങ് പൊളിക്കും, മനസ്സിലായി. പിന്നെ വയറങ്ങ് വീർക്കും. എന്തോ കിട്ടിയാലും മതിയാകത്തില്ല. ഒരു വീട് പോരാ, 10 വീട് വേണം. ഒരു കാറ് പോരാ, 50 കാറ് വേണം. അങ്ങനത്തെ രീതിയിലോട്ട് പോകും. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ഇവർക്ക് പ്രശ്നം തുടങ്ങി. ഇവര് പിന്നീട് ഇവരുടെ ത്രില്ല് മാറി. പിന്നെ വേറെ കാര്യമുണ്ട്, സിനിമാടന്മാരെ കൊണ്ട് പറയുവാണെങ്കിൽ എപ്പോഴും സിനിമ എന്നുള്ള പരിപാടിയല്ലേ ഉള്ളൂ. പിന്നെ സിനിമ പ്രൊമോഷൻ ചെയ്യാൻ നേരത്തെ വല്ല പാവപ്പെട്ടവനും വല്ല ചില്ലറ വല്ലതും കൊടുക്കും, അതും പ്രൊമോഷനാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ ചില തട്ടിപ്പ്, ചാരിറ്റി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെന്ന് കയറി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ. അല്ലാതെ എന്താണ് ഈ നാടിന് ഇവരെ കൊണ്ട് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നാശമല്ലാതെ കുറേ പന്ന സിനിമയും അളിഞ്ഞ കുറേ ട്രെൻഡും കൂതറ പരിപാടി അവതരിപ്പിക്കുന്ന, അല്ലാതെ ഇവിടുത്തെ ഇവന്മാരെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. ഇതുങ്ങളെല്ലാം ഒന്നിച്ച് പുറത്താക്കാമെന്നുണ്ടല്ലോ. ഈ അമ്മയെന്നൊക്കെ പിരിഞ്ഞു പോയതുപോലെ സിനിമയെന്നേ അങ്ങ് പുറത്താക്കുവാണെങ്കിൽ, ഈ ടീമിനെ മൊത്തത്തിൽ പുറത്താക്കുവാണെങ്കിൽ നല്ല സിനിമ വരും. നിങ്ങൾ നോക്കിയോ, ഇതെല്ലാവരും ഇറങ്ങി നല്ല രീതിയിൽ കൊടുത്തു. കാരണം ഇതുങ്ങൾ ഇറങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പിന്നെ ഇവർക്കുള്ള ഒരു സാധനം, മെയിൻ പവർ എന്ന് പറയുന്നത് പൈസ, പിന്നെ ജനപിന്തുണ, ആരാധകര്. ഈ ആരാധകരും ജനപിന്തുണയൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാശ് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ എന്നിരുന്നാലും ഈ പവർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ കാശ് തന്നെ അപ്പുറത്തോട്ട് പൊക്കോളും. പുതിയ പിള്ളേർക്ക് അവസരം കിട്ടും, നല്ല സിനിമകൾ വരും. ഒരുപാട് പുതിയ നടന്മാരും സംവിധായകന്മാരും പ്രൊഡ്യൂസേഴ്സും, ഒരു നല്ലൊരു സിനിമ ഇൻഡസ്ട്രിയുടെ സാധ്യത മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പൂർവാധികം ശക്തിയോടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അടിച്ചങ്ങ് തെറിപ്പിച്ചാണ്ടല്ലോ, നാളെ നിങ്ങൾക്കെല്ലാം ഗുണം ചെയ്യും. അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞില്ല, പെൺപിള്ളേരെല്ലാം പീഡിപ്പിക്കുന്നുണ്ട്, എല്ലാം അവർ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ സെറ്റിലൊക്കെയുള്ള ഹരാസ്മെന്റ്സും എല്ലാം നിൽക്കും. മര്യാദ പഠിക്കും ഇവര്. ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് പറയുന്നതല്ല, ഞാൻ ജീവിതത്തിൽ ഒരാളോട് ഒരടക്കിന് പോയിട്ടില്ല, ആരെയും പറ്റിക്കാൻ നിന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ സഹകരിക്കുകയാണെങ്കിൽ അവരോട് സഹകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഉടക്കും പ്രശ്നവും കച്ചറയും പൈസ തട്ടിപ്പും വെട്ടിപ്പും നമ്മളിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്നുള്ളൊരു സാധനമേ ഉള്ളൂ. ഉള്ളപ്പോൾ ഉള്ളതുപോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ. പിന്നെ നമ്മൾ സ്ഥലം മാറും. ചിലപ്പോൾ വീട്ടിൽ പോയി അനങ്ങാതെ കുത്തിയിരിക്കും കുറേ നാൾ. കാശില്ല, എന്ത് ചെയ്യാൻ? അങ്ങനത്തെ ഒരു ജീവിതം അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരെയും പറ്റിക്കാനൊന്നും ഞാൻ ഇന്നവരെ കാശ് പറ്റിക്കലോ എന്തിനാ അധികം മതി, ഇതിനകത്തൊരു പ്രോഡക്റ്റ് പോലും എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഉദ്ഘാടനത്തിന് പോലും പോയിട്ടില്ല. അതങ്ങനെ, അത് പോട്ടെ, അത് വേറെ കേസാണ്. ഇത് ഇങ്ങനെയൊക്കെ ഇച്ചിരി പാടായിരിക്കും. ചിലപ്പോൾ ആൾക്കാർ ആലോചിച്ച് ഇവനെന്തിനാ ഇങ്ങനെ നടക്കുന്നതൊക്കെ പലരും എന്നോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യൂടി ഇങ്ങനെ ചെയ്യൂടി, അതൊന്നും വരത്തില്ല. അപ്പോൾ ഇവർക്ക് പറ്റുന്ന പ്രശ്നം വെച്ചാൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് വരുമ്പോൾ എന്തും ആകാം. ഭയങ്കര ഫെയിം,
എല്ലായിടത്തും ഭയങ്കര എന്താ സ്വാധീനം, അതുപോലെ തന്നെ സ്വീകാര്യത, കയ്യിലും ആവശ്യത്തിൽ കൂടുതൽ കാശ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കാണിച്ചു കൂട്ടുന്ന ചില പോക്രിത്തരങ്ങളുണ്ട്. അതായത് ഏറ്റവും അവരെക്കാളും പവർലെസ് ആയിട്ടുള്ള പൈസ കുറഞ്ഞ പോലെ ആൾക്കാരെ കാണുമ്പോൾ ഉള്ള ഒരു അകൽച്ചയും, പിന്നെ ഷോയ്ക്കൊക്കെ ഇവർ വല്ലവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നവരല്ല അവർ റിയലി. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒരുത്തൻ ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ തട്ടിത്തെറിപ്പിക്കലും, ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ വെയിറ്റർമാരോട് കൊണ ഇറക്കുക നിമാർ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഥ എനിക്കറിയാം. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കേട്ടോണ്ടിരുന്ന അതൊക്കെ. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊക്കെ വെയിറ്റേഴ്സിനോടൊക്കെ ചൂടാവുകയും ദേഷ്യപ്പെടുകയും ഇവരുടെ ഫ്രസ്ട്രേഷനൊക്കെ അവിടെ തീർക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ സകല തരീടകളെ അറിയാവുന്നത് കൊണ്ട് ആരെ വേണേലും ഒന്ന് ഒതുക്കാം എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാകും. അത് ശരിയല്ല. ഇപ്പം ഞാനിപ്പോൾ എന്തോ പറയുന്നു എന്നുള്ളതല്ലാതെ ഞാൻ നേരിട്ടൊരു മനുഷ്യനോട് ഇങ്ങനെ ഇടപെടത്തില്ല. മനസ്സിലായി? ഇപ്പം ഞാൻ ഈ ഓൺലൈനിൽ പ്രശ്നം ഉണ്ടാക്കിയവരെ പോലും നേരിട്ട് കണ്ടാൽ പോലും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പറയുന്നത് ആ വിഷയത്തെ സംബന്ധിച്ചായിരിക്കും. മനസ്സിലായോ? അവരെന്ത് പറയുന്നു അതിനൊരു റിപ്ലൈയോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ പറ്റി എൻ്റെ മറ്റൊരു കമൻറ്റോ ആണ് ഇന്നേ വരെ ഉള്ളൂ. പിന്നെ നമ്മളെ നേരെ വേറെ സാധനം ഇറക്കിയാൽ അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ഇറക്കും. അത് അവിടെ നിൽക്കും. അല്ല ഞാൻ വീട് തപ്പി പോവുക, അല്ലെങ്കിൽ ഒരാളെ പുറകെ നടക്കുക. വീടൊക്കെ തപ്പി വന്നവനൊക്കെ എന്നെ പറ്റി പറയുന്നത് സ്റ്റോക്കർന്ന്. അവനെന്തോ ചെയ്തെന്നില്ല, വെളിവില്ലാത്തവനെയൊക്കെ എന്തോ ചെയ്യുമെന്തോ എന്തേലാട്ടെ. എന്നിട്ട് പറയാം, നീ ഒന്നെങ്കിൽ വണ്ടിക്കകത്തിരുന്നേ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക ഈ വീട്ടിലിരുന്നേ സംസാരിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇറങ്ങിച്ചെന്ന് ഇവിടെ ഇങ്ങോട്ട് എന്ന് വല്ലവനെയൊക്കെ രഞ്ജത്തോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അത്രയും പോരെ. അപ്പം ഈ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല. ഇതെന്ത് രോഗമാണ്? ഈ രോഗം നമ്മുടെ നാട്ടിലല്ലേ കൂടുതൽ? ഈ രോഗത്തിന് കാരണക്കാരാരാ? ഈ രോഗം എന്ന് പറയുന്നത് മറ്റ് ചില രോഗികളുടെ അധ്വാനത്തിൻ്റെ അല്ല, അവർ തലയിൽ പൊക്കിയെടുത്തതിൻ്റെ ഫലമല്ലേ? എന്തിനാ ഇങ്ങനെയുള്ളവരെയൊക്കെ തലയിലോട്ട് എടുത്ത് കയറ്റുന്നത്? ഞാൻ പണ്ടും ചോദിക്കും, എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്? അല്ലേ എന്ത് ഇവർ ചെയ്തത്? കുറച്ച് സിനിമയിൽ അഭിനയിച്ചു, എന്തെങ്കിലും ചെയ്തോട്ടെ, അത് അവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അല്ലാതെ ഇവൻ്റെയൊക്കെ പടത്തെ കൊണ്ട് പാലൊഴിക്കാനും ഇവന് വേണ്ടി തല്ലാനും തെറി വിളിക്കാനും നാട്ടുകാരെ നെഞ്ചത്ത് കയറാനും തിയേറ്ററിൽ ഇരുന്ന് കൂവി വിളിക്കാനും അതൊക്കെ ഒന്ന് നിർത്ത്. തിയേറ്ററിൽ കിടന്ന് അലമ്പ് എന്തോ കാണിക്കുന്നത്? എന്തുവാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്? കുറെ പറ്റിക്കുന്ന കുറെ പടം എടുത്തിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി, പാന്ന കുറെ സിനിമകൾ. ഇവിടെ ഒന്നും ഇല്ല, കൊള്ളാന്ന് വളരെ കുറച്ചുകൂടെ ഉള്ളൂ. ഈ വർഷം ഒരു 4-5 പടം ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ എല്ലാം കണക്കാണ്. ഇനി ആ ഭാഗത്തോട്ടൊക്കെ വരും. പൈസ തട്ടിപ്പിൻ്റെയും മറ്റേ ഡ്രഗ് റിലേറ്റഡ് പ്രശ്നങ്ങളും എല്ലാം വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചിലർക്ക് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. പിന്നെ ഇത് നിരന്തരം അടിച്ചുകൊണ്ടിരുന്നാൽ തല തിരിയും. അത് കള്ളു കുടിച്ചാലും തിരിയും, കഞ്ചാവ് അടിച്ചാലും തിരിയും, MDMA അടിച്ചാൽ പെട്ടെന്ന് തിരിയും. അതായത് കള്ളു കുടിക്കുന്നതിന് 5 വർഷമൊക്കെ ചിലപ്പോൾ നിരന്തരം അടിച്ചാൽ 5ാമത്തെ വർഷം 6ാമത്തെ വർഷമായിരിക്കും ഇത് അടിച്ചു പോകുന്നത്. അതേസമയം ഈ കഞ്ചാവാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും എത്രയും കപ്പാസിറ്റി എന്തോ പറയണ്ട അതിൻ്റെ ഒരു മാക്സിമം. MDMA ആണെങ്കിൽ ഒരു 3 മാസം തൊട്ടിട്ട് അടിച്ചാൽ അതിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ സാധനത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇവർക്കുണ്ട്. എപ്പോഴും പാർട്ടി അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയണ്ടത്, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ചിന്തകൾ തെറ്റും. ഒരു മൃഗീയമായ വാസന എന്ന് പറയുന്ന സാധനം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങും. കാരണം സമൂഹത്തിലെ മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് വിഷയമാകുന്നില്ല. അവർക്ക് നല്ല ആഹാരവും എല്ലാ സുഖങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഇതെല്ലാം കൂടി പവറും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോൾ തല തെറ്റും. എന്നുവെച്ചാൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചവരല്ല കൂടുതൽ വരും. അവരങ്ങനെ വന്നു കയറി ഇതൊക്കെ പെട്ടെന്നായി അതിശയിച്ച് എല്ലാം കൂടെ അങ്ങ് എനിക്ക് തിന്നണം, എനിക്ക് മാത്രം തിന്നണം, അതുപോലെ തന്നെ എല്ലാം തിന്നണം, അവനെയും തിന്നണം, അവളെയും തിന്നണം എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അത് എപ്പോൾ ഉണ്ടായാലും അതൊരു നാശമാണ്. അത് നല്ലതല്ല. ഒരാൾക്കൊരു വീട് പോരാ, 10 വീട് വേണം, അല്ലെങ്കിൽ ഒരു കാറ് പോരാ, കുറേ കാറ് വേണം എന്നൊക്കെ തോന്നലില്ലേ? ഞാൻ പണ്ട് പ്രാവശ്യം പറയത്തില്ലാന്ന്, ഈ ലംബോർഗിനി, മറ്റേ കോപ്പ്, മറിച്ച് കോപ്പ്, ഇങ്ങനത്തെ കുറേ വണ്ടിയൊക്കെ എടുത്തിട്ടേ ഇവരിങ്ങനെ പോകുമ്പോൾ ഇവരുടെ ചുറ്റുപാടും ഈ തീരെ നിവൃത്തിയില്ലാതെ ദുരിതം കാണുമ്പോൾ ശരിക്കും ഞാൻ വണ്ടി നടക്കാനൊരു നാണക്കേട് തോന്നേണ്ടതാണ്. അല്ല എന്തെങ്കിലുമൊക്കെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളൊരു സാധനം ഉണ്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനകത്ത് നമുക്ക് പറ്റുന്നതും അല്ലാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് അറിയാത്തതുകൊണ്ട്, എന്നെ ശരിക്കും ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട്. എനിക്കിപ്പോൾ ബെൻസുണ്ട്, ഞാൻ വേറെത്തിന് അവിടെ വേറെ എന്തെങ്കിലും അതിനപ്പുറത്തെ സാധനം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ആ വണ്ടി എടുക്കുന്നത്. എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ചിലപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു 50 ലക്ഷം എടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ ചെയ്യും. അങ്ങനെ പാടുള്ളൂ. അതെല്ലാവരും അങ്ങനെ ആയാൽ ശരിയായി, ഈ ലോകം തന്നെ ശരിയായി. മനസ്സിലായോ? അല്ലാതെ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ തിന്നാനിരുന്ന് കഴിഞ്ഞുണ്ടല്ലോ, അത് ദോഷമാണ്. അതൊരു മനുഷ്യൻ്റെ സ്വഭാവമല്ലെന്നേ. ഞാൻ എന്നെ പറയും ഇതൊക്കെ. ഇവനൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന ഇതിനിടയിൽ കൂടെ അല്ലേ?
ഈ പാകങ്ങൾ കണ്ട് ഞെട്ടുമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. ഉടനെ അതുങ്ങളും ചെല്ലും കണ്ട് ഇങ്ങനെ വായും വിളിച്ച്. അതിനകത്തൊരു ചെറിയൊരു അന്തസ്സില്ലായ്മയുണ്ട്. അതൊരു അന്തസ്സില്ലായ്മയാണ്, അതല്ല അന്തസ്. അല്ല അതല്ല വലിയ ആന കാര്യം. അത് വലിയ ആന കാര്യമൊന്നും. നമ്മളെ കൊണ്ട് പറ്റിയാൽ മാക്സിമം പറ്റുന്നത്ര എല്ലാം കൊണ്ട് കൊണ്ടാക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നല്ലൊരു പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ടല്ലോ, ഇതിന് ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ വെറുതെ അല്ല, ഞാൻ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെബ്സൈറ്റും തുടങ്ങി ഈ പറഞ്ഞ ചാരിറ്റിയിലോട്ട് ഇറങ്ങിയേക്കുന്നത്. ഇതിനകത്ത് തട്ടിപ്പ് മുഴുവൻ നിർത്തണം. ഡൊണേറ്റ് ചെയ്യാൻ മടിച്ചിട്ട് അത് നിർത്തിപ്പോയി തിരിച്ചു വരണം. ഒരിക്കലും ഇതിലൊരു തട്ടിപ്പുണ്ടാവരുത്. ഏറ്റവും മാന്യമായിട്ടും എല്ലാ കണക്കുകളും ബോധിപ്പിച്ച് ഏറ്റവും എന്താ പറയണ്ടേ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെയും കണ്ടുപിടിക്കും. ആ സംവിധാനം ഞാൻ അത് ശരിയാക്കി എടുത്തിട്ടേ പോകത്തുള്ളൂ. അതിനിപ്പുറം തട്ടിപ്പോയാൽ വേറെ പിള്ളേരുണ്ട്, അവർക്ക് ഐഡിയ ഉണ്ട് എന്താണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവരും, അതേ ഉള്ളൂ. അല്ല വേറെ എനിക്കിതൊന്നും എൻ്റെ പ്രശ്നമല്ല. ശരിക്കും ഞാൻ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ പണിയൊന്നും അല്ലെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുറച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത് എല്ലാവരും ചെയ്യും. ഞാൻ ഇതാ ചെയ്യുന്നത്, എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ നോക്കും. അപ്പോൾ എനിക്കിത് പറ്റും, ഞാൻ തന്നെയാണെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും കൂടില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു 3 പേരേ ഉള്ളൂ. അവർക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ താല്പര്യമുള്ളതുകൊണ്ട്. ഞാനല്ലേ ചാരിറ്റി മേഖലയിലോട്ട് കാശുണ്ടാക്കാം, അല്ലെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ തട്ടിച്ച് വെട്ടിച്ച് കോടീശ്വരനാണെന്ന് വിചാരിച്ച് ഒരുത്തിനും വരണ്ട. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, ജീവിച്ചൊക്കെ പോവാം. അതിനുള്ള പൈസയൊക്കെ സാലറി ആയിട്ട് കിട്ടും. അല്ലാതെ കോടീശ്വരനാകാം എന്ന് കരുതി ഒരാൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ചാരിറ്റി അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വേണ്ട. ഇത് ഗ്ലാമറൊക്കെ കുറഞ്ഞാലും കുളിച്ചില്ലേലും ഈ എന്താ പറയണ്ട പിച്ചച്ചെടിയിലൊന്നും കഴിച്ചിട്ട് വരരുത്. അത് ശരിയല്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും വേണ്ടെന്നേ. ഇവർക്ക് എന്ന് തെറ്റിദ്ധരിപ്പിച്ചേക്കും ആൾക്കാർ. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, ജീവിതം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കണമെന്നും വലിയ മറ്റേതുണ്ടാക്കി വെച്ചാലേ ജീവിതമാകത്തുള്ളൂ. സന്തോഷം എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നത്? അതൊക്കെ തെറ്റിദ്ധാരണകളാ. എന്ത് ഈ സന്തോഷം എനിക്കറിയത്തില്ല. ഒരു കല്യാണത്തിന് 5000 കോടി മുടക്കുന്നതിനകത്തൊക്കെയാണ് സന്തോഷം. പിന്നെ കുഴപ്പമില്ല, അത് വല്ലവരുടെയെങ്കിലും കിട്ടിയെന്നെങ്കിലും പറയാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ഒരു പരിധിവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കാര്യമായിട്ടൊന്ന് പിടിച്ചിരുത്താമെങ്കിൽ ഞാനിത് ശരിയാക്കി തരാം. എനിക്ക് പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 10 വർഷം കൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആവണം. എനിക്ക് അന്ന് നമ്മളിവിടെ ഉണ്ടെങ്കിൽ ആയിക്കോളാം, ഞാൻ ചെയ്തോളാം. CM ആയിട്ടേ പോകത്തുള്ളൂ. എനിക്ക് അവിടെ 10 വർഷം സമയമുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ ഞാൻ ഈ സാധനം കൊണ്ട് വന്ന് ഇവിടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ക്ലിയർ ആയ അഡ്മിനിസ്ട്രേഷൻ, മനസ്സിലായില്ലേ? അത് റിസർച്ചിന്റെ ഭാഗമാണ്. അത് ചിലപ്പോൾ ഒരു ഭയങ്കര സംഭവം ആക്കണം. എനിക്ക് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറേ പൈസയുടെ പ്രൊജക്റ്റ് അതെല്ലാം ഞാൻ എല്ലാവരും ഈ പറഞ്ഞ പോലെ പൈസ ഡൊണേറ്റ് ചെയ്യുന്നവർ അതിന് വേണ്ടി കൂടെ ഡൊണേറ്റ് ചെയ്താലാവും. അല്ലാതെ എൻ്റെ ഈ പൈസയൊന്നും ഇല്ല, ഇത് എൻ്റേതും അല്ല. എനിക്കിത് തോന്നി, ആളുകൾ എല്ലാവരോടും ചെയ്യുമ്പോൾ അത് എൻ്റെ ആകത്തില്ലല്ലോ. പിന്നെ എനിക്ക് ശരിയാണ്, ഞാൻ ഇതിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തോട്ട് ഒരു ക്രെഡിറ്റും വേണ്ട. ഞാൻ എന്നോട് വർക്ക് ചെയ്തോട് പറഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്കെന്നല്ല ഇതിന് കൊള്ളാം. അല്ല ഞാനെല്ലാം കൂടെ അങ്ങ് ചെയ്ത് ഇതെല്ലാം കൂടെ അങ്ങ് തലയെപ്പൊക്കി എടുത്ത് അങ്ങ് പോകത്തൊന്നുമില്ല. അവരിതിനകത്തുള്ളവരാ, അവരെ എല്ലാം വേണ്ടതാണിത്. മനസ്സിലായോ? ആർക്ക് വേണേലും വരാം, മുന്നോട്ട് വരാം. ഇത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെറിയ സാലറി കിട്ടും, നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ആരെയും പറ്റിക്കത്തൊന്നുമില്ല. ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സിസ്റ്റത്തിന് തലയില്ല. തലയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുതലാളി ഒരു സാധനമില്ല. മുതലാളി തീരുമാനം ഭയങ്കര പാടായതുകൊണ്ട്, മുതലാളിക്ക് ഒരുപാട് കാശ് വേണ്ടതുകൊണ്ട്, മുതലാളിക്ക് ഒരുപാട് വീട് വേണ്ടതുകൊണ്ട്, ഒരുപാട് കാർ വേണ്ടതുകൊണ്ട്, 500 കോടിയുടെ കല്യാണം നടത്തുന്നതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച്. അത് വേണ്ട. നിങ്ങൾക്ക് ആ സിസ്റ്റം മനസ്സിലാകുന്നില്ല. എനിക്ക് പലപ്പോഴും ഡൗട്ട് അടിച്ചിട്ടുണ്ട്, ഇവരെന്ത് ഈ കേട്ടോണ്ടിരുന്നിട്ട് ആർക്കും ഇത് മനസ്സിലാകാത്തതെന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഒരു സാധനത്തെ ഒഴിവാക്കുന്നു. തൊഴിലാളികൾ എന്താണ് തൊഴിലാളി? എന്നും അങ്ങനെ തന്നെ. പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി മറ്റോട്ട് മറിച്ചുകൊണ്ട് സമരങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്നതല്ല. ഇതിനൊരു പരിഹാരം ഇത്രയും കൊല്ലമായിട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇതിന് പരിഹാരം ഉണ്ട്.